ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. 2024 കേരളവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര്. ഉത്തരം ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടെ മത്സ്യഫെഡ് ആരംഭിക്കുന്ന കേരള സീ ഫുഡ് കഫേ പ്രവർത്തനം തുടങ്ങിയത് ആഴാക്കുളത്താണ്. തിരുവനന്തപുരം ആഴാക്കുളം. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക്. എന്താണ് പൊൻവാക്ക്? കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ടൂറിസം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ടൂറിസം. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന 2024 MK സാനു പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന 2024 MK സാനു പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ലയാണ് കൊല്ലം. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരി. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാണ് സാറ ജോസഫ്. 7 നൂറ്റാണ്ടിലധികം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്തു ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? 7 നൂറ്റാണ്ടിലധികം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്തു ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്ന്? ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. പാലക്കാട്ടിലെ ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രം. പ്രശസ്ത ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളൻ്റെ സ്മരണയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് K കുമാരനാണ്. K കുമാരൻ. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആരംഭിച്ച മിന്നൽ പരിശോധനയ്ക്ക് നൽകിയ പേര്. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആരംഭിച്ച മിന്നൽ പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡ്. ഇസാഫ് ഫൗണ്ടേഷൻ്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ടെസി തോമസ്. ഇസാഫ് ഫൗണ്ടേഷൻ്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് K-റൈസ്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി K-റൈസ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി. കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ കമ്മീഷണറായി ചുമതലയേറ്റ മലയാളിയാണ് AS രാജീവ്. AS രാജീവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ്സ് സെൻറ്റർ ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ്സ് സെൻറ്റർ ആരംഭിച്ചത് ടെക്നോ പാർക്ക്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ് സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മൂവാറ്റുപുഴ. ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മൂവാറ്റുപുഴ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്.
2023 അർജുന അവാർഡിന് അർഹനായ മലയാളി ലോങ് ജംപ് താരം. 2023 അർജുന അവാർഡിന് അർഹനായ മലയാളി ലോങ് ജംപ് താരമാണ് എം ശ്രീശങ്കർ. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളുടെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളുടെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായത്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായത് കുടുംബശ്രീയാണ്. മലയാളത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രം. മലയാളത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. ലോകത്താദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ്? ലോകത്താദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്കിനാണ് ലോകത്താദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ചിരിക്കുന്നത്. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരിയാണ് പ്രതിഭ റായ്. ആരാണ് പ്രതിഭ റായ്? എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏതാണ്? കേരളം. KSRTC ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴത്തുക 1000 രൂപയാണ്. KSRTC ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴത്തുകയാണ് 1000 രൂപ. സ്ത്രീകളിൽ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണം രൂപപ്പെടുത്തിയതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ RL ബീന. സ്ത്രീകളിൽ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണം രൂപപ്പെടുത്തിയതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ RL ബീന. സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2024 വേദിയായത്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2024 വേദിയായത് കാസർഗോഡ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ് ബ്ലസ്സി. അപ്പോൾ 2024 കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മളിവിടെ കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.